ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കുട്ടികൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവകൃപയാൽ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് യൂണിറ്റ് 5-ലുള്ള 21-ാം പാഠം 5-ാം തുബ്ദേനിലെ പിതാക്കന്മാർ പഠിക്കാം. 5-ാം തുബ്ദേനിലെ 9 പിതാക്കന്മാരെ പറ്റി നിങ്ങൾ 20-ാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. മുൻ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാം. തുബ്ദേൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്നാൽ വീണ്ടും. 5-ാം തുബ്ദേനിൽ എത്ര പിതാക്കന്മാരെയാണ് അനുസ്മരിക്കുന്നത്? 26 പിതാക്കന്മാരെ. 4-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന പിതാക്കന്മാരെ പറ്റിയാണ് 20-ാം പാഠത്തിൽ പഠിച്ചത്. 4-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പിതാക്കന്മാരെ പറ്റി ഇന്ന് പഠിക്കാം. 5-ാം നൂറ്റാണ്ടിൽ സഭയിലുണ്ടായ പ്രധാന സംഭവ വികാസമാണ് കൽക്കദോൻ സുന്നഹദോസ്. അതുകൊണ്ട് കൽക്കദോൻ സുന്നഹദോസ് കാലഘട്ടത്തിലെ പിതാക്കന്മാർ, അതിനുശേഷമുള്ള പിതാക്കന്മാർ എന്നിങ്ങനെ വേർതിരിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. 5-ാം നൂറ്റാണ്ടിൽ സഭാ നൗകയെ പിടിച്ചുവലിച്ച 2 വേദവിപരീതങ്ങളാണ് എവനോമിയസിൻ്റെതും അപ്പല്ലോനോറിയസിൻ്റെതും. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യ അവതാരത്തിൽ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ കൂടിക്കലരുന്നു എന്നതായിരുന്നു ഇവരുടെ വാദം. AD 45-ൽ കൽക്കദോനിൽ കൂടിയ സുന്നഹദോസിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തെ പ്രതിനിധീകരിച്ച 3 പേർ ആരൊക്കെയാണെന്ന് പഠിക്കാം. ഒന്നാമത്തേത് അലക്സന്ദ്രിയയിലെ മാർ കൂറിലോസ്. വേദവിപരീതങ്ങൾക്കെതിരായി സത്യവിശ്വാസം പഠിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു അലക്സന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ്. അദ്ദേഹം AD 431-ൽ കൂടിയ എഫേസൂസ് സുന്നഹദോസിന്റെ അധ്യക്ഷനായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി 5-ാം തുബ്ദേനിൽ പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ മനുഷ്യ അവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസ് എന്നാണ്. രണ്ടാമത്തേത് അലക്സന്ദ്രിയയിലെ മാർ ദിയസ്കോറോസ്. ഇദ്ദേഹം മാർ കൂറിലോസിന്റെ പിൻഗാമിയാണ്. ഇദ്ദേഹം കൽക്കദോൻ സുന്നഹദോസിൽ പങ്കെടുത്തു. കുസ്തന്തീനോപ്പോലിസിലെ റോമിലെയും പാത്രിയർക്കീസുമാർ ഒന്നുചേർന്ന് ദിയസ്കോറോസിനെതിരെ നിലപാടുകൾ എടുക്കുകയും ഇരുസ്വഭാവവാദിയായിരുന്ന റോമിലെ പാത്രിയർക്കീസ് ആയിരുന്ന ലേയോന്റെ വിശ്വാസം കൽക്കദോൻ സുന്നഹദോസിന്റെ പ്രമാണരേഖയായി സ്വീകരിക്കുകയും ചെയ്തു. നിർദ്ദയമായി പീഡിപ്പിക്കപ്പെട്ട ദിയസ്കോറോസിനെ എതിരാളികൾ ഗാങ്റയിലേക്ക് നാടുകടത്തി. മൂന്നാമത്തേത് അലക്സന്ദ്രിയയിലെ മാർ തീമോത്തിയോസ്. ഇരുസ്വഭാവവാദത്തിനെതിരായി പോരാടിയ മാർ തീമോത്തിയോസ് സത്യവിശ്വാസ സംരക്ഷകനായിരുന്നു. കൽക്കദോൻ സുന്നഹദോസ് കാലഘട്ടത്തിലെ 3 പിതാക്കന്മാരെ പറ്റി ഇപ്പോൾ പറഞ്ഞു. ആരെല്ലാമായിരുന്നു അവർ? അലക്സന്ദ്രിയയിലെ മാർ കൂറിലോസ്, അലക്സന്ദ്രിയയിലെ മാർ ദിയസ്കോറോസ്, അലക്സന്ദ്രിയയിലെ മാർ തീമോത്തിയോസ് എന്നിവര്. ഇനി കൽക്കദോൻ സുന്നഹദോസിന് ശേഷമുള്ള പിതാക്കന്മാരെ പറ്റി പഠിക്കാം. ഒന്നാമത്തേത് മാബൂഗിലെ മാർ പീലക്സീനോസ്. AD 485-ൽ മാബൂഗിലെ മെത്രാപ്പോലിത്തയായി തീർന്ന ഇദ്ദേഹം മഹാപണ്ഡിതനും മൽപ്പാനും തത്വശാസ്ത്രജ്ഞനും വേദശാസ്ത്രത്തിൽ അഗ്രഗണ്യനുമായിരുന്നു. വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ എന്നിവരെഴുതിയ സുവിശേഷങ്ങൾക്ക് എഴുതിയ വ്യാഖ്യാനങ്ങൾ, വിശുദ്ധ തൃത്വത്തെയും കർത്താവിന്റെ മനുഷ്യാവതാരത്തെപ്പറ്റി എഴുതിയ കൃതികൾ എന്നിവ നമ്മുടെ സഭയ്ക്ക് സുപ്രധാനങ്ങളാണ്. രണ്ടാമത്തേത് വിശുദ്ധ അന്തീമോസ്. കുസ്തന്തീനോപ്പോലിസിലെ പാത്രിയർക്കീസായി AD 535-ൽ വാഴിക്കപ്പെട്ട ഇദ്ദേഹം തികഞ്ഞ ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു. നമ്മുടെ ആരാധനയിലെ പല എഗ്ബോകളും ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തേത് അന്ത്യോക്യയിലെ മാർ സേവേറിയോസ്. കൽക്കദോൻ പക്ഷക്കാർക്കെതിരെ സത്യവിശ്വാസം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം വിജയിച്ച ആളാണ് മാർ സേവേറിയോസ്. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ ചൊല്ലുന്ന നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന് തുടങ്ങുന്ന മാനീസ എഴുതിയത് മാർ സേവേറിയോസ് ആണ്. മാർ സേവേറിയോസിനെ പറ്റി 5-ാം തുബ്ദേനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാർ സേവേറിയോസ് എന്നാണ്. നാലാമത്തേത് മാർ യാക്കോബ് ബുർദാന. കൽക്കദോൻ വിരോധികളുടെ സുപ്രസിദ്ധ നേതാവ് മാർ യാക്കോബ് ബുർദാനയായിരുന്നു.
അദ്ദേഹം തുണിത്തുണ്ടുകൾ തുന്നിച്ചേർത്ത കട്ടിയുള്ളൊരു തടിയൻ വസ്ത്രം ധരിച്ചത് കാരണമാണ് കീറത്തുണി ഉടുത്തവൻ എന്നർത്ഥമുള്ള ബുർദാന എന്ന് വിളിച്ചിരുന്നത്. മറ്റു ഭാഗക്കാർ നമ്മുടെ പിതാക്കന്മാരെ നിഷ്കരണം പീഡിപ്പിച്ച കാലഘട്ടത്തിൽ ഇദ്ദേഹം കിഴക്കൻ നാടുകളിൽ ഓടി നടന്ന് സഭാവിശ്വാസികളെ സംഘടിപ്പിച്ച് സഭയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി. ഇദ്ദേഹത്തെ പിൻപറ്റിയവരെ യാക്കോബായക്കാർ എന്നാണ് വിളിച്ചത്. 5-ാം ദുബ്ദേനിലുള്ള പുരാതന സഭയിലെ കവികളും സന്യാസ ശ്രേഷ്ഠന്മാരുമായ പിതാക്കന്മാർ ആരൊക്കെയാണെന്ന് ഇനി നോക്കാം. ഒന്നാമത്തേത് വിശുദ്ധ റൂഹായുടെ കിന്നരമായ മാർ അപ്രേം. ഇദ്ദേഹം വളരെയധികം വേദവ്യാഖ്യാനങ്ങൾ എഴുതുകയും വേദശാസ്ത്രപരമായി നൂറുകണക്കിന് ഗാനങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. സുറിയാനിക്കാരുടെ സൂര്യൻ, സഭയുടെ സ്തംഭം, വിശുദ്ധ റൂഹായുടെ കിന്നരം, സുറിയാനിക്കാരുടെ പ്രവാചകൻ, സുറിയാനി ഭാഷയുടെ യഥാർത്ഥ ശില്പി എന്നിങ്ങനെ പല വിശേഷണങ്ങൾ മാർ അപ്രേമിനുണ്ട്. ഇനി നിങ്ങൾ കുർബാനക്രമത്തിലെ ഗീതങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിക്കണം. അതിനു മുകളിൽ എഴുതിയ ആളിന്റെ പേരുണ്ട്. മാർ അപ്രേമിന്റെ ഗീതങ്ങൾ കണ്ടെത്തണം. കാഴ്ചയിതിൽ കർത്താവേ നിൻ, മരമതിനുയരെ കർത്താവേ, ഇവ മാർ അപ്രേമിന്റെ ബോവൂസോകളാണ്. രണ്ടാമത്തേത് സെറൂഗിലെ മാർ യാക്കോബ്. മാർ യാക്കോബ് എന്ന പേരിൽ സുറിയാനി സഭയ്ക്ക് പല പിതാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. മെസപ്പൊട്ടോമിയയിലെ മോശ എന്നറിയപ്പെട്ട നിസീബിസിലെ മാർ യാക്കോബ്, ഉറഹായിലെ വിശുദ്ധ യാക്കോബ് എന്നിവരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെറൂഗിലെ മാർ യാക്കോബ് അനേകം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വലിയൊരു സന്യാസിയാണ്. നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്നവയുൾപ്പെടെ ഏകദേശം 800ഓളം മെമ്രാകളും ബോവൂസോകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് നിനവയിലെ മാർ ഇസഹാക്ക്. ഇദ്ദേഹം മാർ അപ്രേമിന്റെ ശിഷ്യനായിരുന്നു. ഉറഹായിലെ ഒരു ഉയർന്ന പർവ്വതത്തിൽ സന്യാസ ജീവിതം നയിച്ച ആളാണ്. നാലാമത്തേത് സഭാഗായകനായ മാർ ബാലായി. നമ്മുടെ ആരാധനക്രമത്തിൽ ബോവൂസോകളുടെ ഗണത്തിൽ മാർ യാക്കോബിനോടും മാർ അപ്രേമിനോടും ചേർന്ന് പറയുന്ന പേരാണ് മാർ ബാലായിയുടേത്. രക്ഷകനുര ചെയ്ത, മാതാ കാദീശന്മാർ എന്നിവ മാർ ബാലായിയുടെ ഗീതങ്ങളിൽ 2 അടുത്തത് മാർ ബെർസൗമ. രാവും പകലും നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഈ പിതാവ് നോമ്പിന്റെ കാഠിന്യത്താൽ നോമ്പിന്റെ പുത്രൻ എന്നർത്ഥമുള്ള ബെർസൗമ എന്നറിയപ്പെടുന്നു. അടുത്തത് മാർ ശമവൂൻ ദസ്തുനി. സിറിയയിലെ ആലപ്പോയ്ക്കടുത്ത് പണിതുയർത്തിയൊരു സ്തംഭത്തിൽ 40 വർഷം പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളുമായി കഴിച്ചുകൂട്ടിയ ആളായിരുന്നു ഇദ്ദേഹം. സ്തംഭത്തിന് മുകളിലിരുന്ന് തപസ് ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹം സ്തൂപവാസി എന്ന് വിളിക്കപ്പെട്ടത്. അടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ടവനായ മാർ അബഹായി. 32 വർഷം സഭയെ നയിച്ച ഇദ്ദേഹം തന്റെ പിതൃസ്വത്തുക്കൾ ദരിദ്രർക്ക് വിതരണം ചെയ്യുകയും രോഗികളെ തന്റെ അത്ഭുത ശക്തിയാൽ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇദ്ദേഹം 110-ാം വയസ്സിലാണ് കാലം ചെയ്തത്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന പിതാവാണ് മാർ അബഹായി. ഇനി മലങ്കര സഭ 20-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധരായി പ്രഖ്യാപിച്ച 3 പിതാക്കന്മാരെ പറ്റി പഠിക്കാം. അവർ ആരെല്ലാമാണെന്ന് അറിയാമോ? ഒന്നാമത്തേത് എൽദോ മാർ ബസേലിയോസ്, രണ്ടാമത്തേത് പരിശുദ്ധനായ പരിമല തിരുമേനി, മൂന്നാമത്തേത് വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനി. എൽദോ മാർ ബസേലിയോസ്. ഇദ്ദേഹം മെസപ്പൊട്ടോമിയയിലെ കുദൈദ് ഗ്രാമത്തിലാണ് ജനിച്ചത്. 1885 മലങ്കര സഭ സന്ദർശിക്കുവാനായി കോതമംഗലത്തെത്തി. വയോവൃദ്ധനായ ഈ പിതാവ് നാട്ടിലെത്തിയതിന്റെ 13-ാം ദിവസം കാലം ചെയ്തു. ഇദ്ദേഹത്തിന്റെ കബറിടം കോതമംഗലത്ത് മർത്തോമൻ ചെറിയ പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു. അത്ഭുത സിദ്ധികളുള്ള ഈ പരിശുദ്ധന്റെ ഓർമ്മയ്ക്കായി ആ പ്രദേശങ്ങളിലുള്ള ധാരാളം ആളുകൾക്ക് എൽദോ എന്നും ബേസിൽ എന്നോ പേര് നൽകാറുണ്ട്. അടുത്തത് പരിശുദ്ധ പരിമല തിരുമേനി. മലങ്കര സഭയിൽ ജനിച്ചു വളർന്നവരിൽ ആദ്യമായി പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് പരിശുദ്ധ പരിമല തിരുമേനിയാണ്. വളരെ ചെറുപ്പത്തിലെ മെത്രാപ്പോലിത്തയായ ഇദ്ദേഹം പരിമല കൊച്ചു തിരുമേനി എന്നറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണെന്ന് പറയാമോ? ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ്. 1947 എൽദോ മാർ ബസേലിയോസിനൊപ്പം ഇദ്ദേഹത്തെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. അടുത്തത് വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനി. മല്ലപ്പള്ളിയിൽ വട്ടശ്ശേരിൽ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം പരിമല തിരുമേനിയുടെ അരുമ ശിഷ്യനായിരുന്നു. 2003 അദ്ദേഹത്തെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചത്.
അദ്ദേഹം എഴുതിയ മതോപദേശ സാരങ്ങളിൽ നമ്മുടെ സഭയുടെ വിശ്വാസം സംക്ഷിപ്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ 5-ാം തുബ്ദേനിൽ ഓർപ്പിക്കപ്പെടുന്ന പിതാക്കന്മാരെല്ലാം നമ്മുടെ സഭയുടെ വിശ്വാസ ശില്പികളും പരിശുദ്ധരായ പിതാക്കന്മാരുമാണ്. ഈ കൂട്ടത്തിൽ വിട്ടുപോയ അതിശ്രേഷ്ഠരായ ചില പിതാക്കന്മാരുണ്ട്. മോശെ ബെർക്കീപ്പ, ദിവന്നാസ്യോസ് ബെർസ്ലീബി, ബാർ എബ്രായ എന്നിവരാണവർ. ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നവരായ ഈ പിതാക്കന്മാരെ ഓർക്കുന്നതോടൊപ്പം അവരുടെ ജീവിത മാതൃക പിൻപറ്റുവാനും നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി ഈ പാഠത്തിലെ പ്രധാന ചോദ്യങ്ങൾ നോക്കാം. വിശുദ്ധ റൂഹായുടെ കിന്നരം എന്നറിയപ്പെടുന്നത് ആര്? മാർ അപ്രേം. സഭാഗായകൻ എന്നറിയപ്പെടുന്നത് ആര്? മാർ ബാലായി. 110-ാം വയസ്സിൽ കാലം ചെയ്ത പിതാവാര്? മാർ അബഹായി. സ്തൂപവാസി എന്നറിയപ്പെടുന്നത് ആര്? മാർ ശമഊൻ ദസ്തുനി. നോമ്പിന്റെ പുത്രൻ എന്നറിയപ്പെടുന്നത് ആര്? മാർ ബർസൗമ. നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന് തുടങ്ങുന്ന മാനീസ എഴുതിയതാര്? മാർ സേവേറിയോസ്. ബുർദാന എന്ന വാക്കിന്റെ അർത്ഥം? കീറത്തുണി ഉടുത്തവൻ. മെസപ്പൊട്ടോമിയയിലെ മോശ എന്നറിയപ്പെടുന്നത് ആര്? നിസീബിസിലെ മാർ യാക്കോബ്. ഇന്നത്തെ മനപ്പാഠവാക്യം എബ്രായർ 13:7. എബ്രായർ 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് വിശ്വാസം അനുകരിപ്പീൻ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, അങ്ങ് പഠിപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസം നിലനിർത്തുവാൻ യത്നിച്ച പരിശുദ്ധ പിതാക്കന്മാരെ ഓർക്കുവാനും അവർ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്ത വഴികളിലൂടെ എന്നും നടക്കുകയും ചെയ്യുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.